Reflex Tech വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഒരു മോണോ ആംപ്ലിഫയർ ആണ്. അതായത് AVR-നൊക്കെ കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു മോണോ ആംപ്ലിഫയർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ഇതിന് മുമ്പ് ഇതേപോലത്തെ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ട്. അതായത് 200 ചെയ്തിട്ടുണ്ട്, 400 ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് 2 ആമ്പിലും ഒരേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ആംപ്ലിഫയറിൽ 300+300 ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും അതേപോലെ തന്നെയാണ്. ഇത്തിരി ഹെവി ആയിട്ടാണ്. അതായത് ഹെവി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരുടെ കയ്യിൽ ഉപയോഗിക്കുന്നതൊക്കെ JBL 12 ഇഞ്ച് 1300 1500 ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ODX ഉപയോഗിക്കാറുണ്ട്, പൈനിയർ ഉപയോഗിക്കാറുണ്ട്, ഇൻഫിനിറ്റി ഉപയോഗിക്കാറുണ്ട്, വേറെ ഡൈൻറ്റി ഇതുപോലെയുള്ള 12 ഇഞ്ചുകളെല്ലാം ഉപയോഗിക്കാറുണ്ട്. അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ആംപ്ലിഫയറുകൾ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് മിക്കവാറും AVR-ന്, അതായത് AVR-ൻ്റെ ഔട്ട് നമ്മൾ സബ് ഊഫറിനുള്ള 2 അല്ലെങ്കിൽ 1 പ്രീ ഔട്ട് കൊടുക്കാറുണ്ട്. അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ആംപ്ലിഫയറുകൾ ചെയ്യാറ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരെണ്ണം പൂർണ്ണമായിട്ട് AVR-ന് കൊടുക്കാനാണ്. പിന്നെ ഒരെണ്ണം ചെയ്തിരിക്കുന്നത് AVR-നായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഔട്ട് പ്രീ ഔട്ട് എടുത്തതിന് ശേഷം ഇതിൽ കൊടുക്കാവുന്ന രീതിയിലാണ് ഒരെണ്ണം ചെയ്തിരിക്കുന്നത്. രണ്ടും ഒരേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം. ഇനി ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് എന്തൊക്കെ കമ്പോണൻസുകൾ ആംപ്ലിഫയർ ബോർഡുകളാണ്, ഏതൊക്കെ കമ്പനിയാണെന്ന് നമുക്ക് ഇതുവഴി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യും. ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന സ്റ്റീരിയോ ആംപ്ലിഫയറിൻ്റെ കണക്ഷൻ ഔട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു ആംപ്ലിഫയറിൽ കൊടുത്ത് സബ് ഊഫർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. രണ്ട് സെയിം തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ടും സെയിം തന്നെയായിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 2 300 വാട്ടിൻ്റെ യൂണിവേഴ്സലിൻ്റെ ബോർഡാണ് ഇതിനകത്ത് 300 ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 2 കൂളിംഗ് ഫാനും നമ്മൾ ഇതേപോലെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇതിലും അതുപോലെ തന്നെ 2 കൂളിംഗ് ഫാൻ കൊടുത്തിരിക്കുന്നു. ഇതിലും സെയിം തന്നെ 300 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്ന ഒരു മഹാരാജയുടെ ഒരു സബ്വൂഫർ ഫിൽറ്റർ, അതായത് സബ്വൂഫർ പ്രീ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതും സെയിം തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, മഹാരാജയുടെ തന്നെയാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് പവർട്രിക്കിൻ്റെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനാണ്, സെയിം തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് വലിയ റിലേ വെച്ചിട്ടുള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ്. നമ്മൾ പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കുന്ന ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് ഈ കാണുന്നത്. ഇതിനകത്ത് പല രീതിയിലുള്ള വോൾട്ടേജ് ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ സബിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് 55 ആണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 10,000-ന്റെ 63 വോൾട്ട് 2 കപ്പാസിറ്ററാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫാനിനുള്ള പവർ സപ്ലൈ, സബ് ഫ്രീക്കുള്ള പവർ സപ്ലൈ, ഇങ്ങനെയൊക്കെയാണ് ബാക്കി എടുത്തിരിക്കുന്നത്. ഇതിലും അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 4 കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നു. പിന്നെ ടൊറോയിഡൽ ട്രാൻസ്ഫോമർ, ഇത്രയൊക്കെയാണ് അതിൻ്റെ ഉൾവശം. ഈ ഭാഗത്ത് ഒരു എക്സോസ്റ്റ് ഫാൻ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ചൂട് വലിച്ച് കളയാനായിട്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ NJW സീരീസ് തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നതും. ഇതും രണ്ടും ഒരേപോലെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരേപോലെ ചെയ്തുകൊണ്ട് നമുക്ക് 2 AVR-ന് വേണ്ടിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 2.1 ആംപ്ലിഫയർ കൊടുക്കുന്നുണ്ട്. അതിലും സെപ്പറേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൊടുത്തിരിക്കുന്നത്. 2 വ്യക്തിക്ക് തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും സെയിം പവർ സപ്ലൈ, രണ്ടിലും സെയിം പവർ സപ്ലൈ തന്നെ, രണ്ടിലും സെയിം ആംപ്ലിഫയർ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന പവർ സപ്ലൈ ബോർഡ്. ഈ കാണുന്ന സബിൻ്റെ പ്രീ ട്രാൻസ്ഫോമർ രണ്ടും സെയിം ആംപിയറൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് പാനൽ കൺട്രോൾ ഇതെല്ലാം സെയിം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബനാന സോക്കറ്റ് കൊടുത്തിരിക്കുന്നു. ഇത്രയൊക്കെയാണ് അതിൻ്റെ ഉൾവശം വരുന്നത്. പിന്നെ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ പവർ സപ്ലൈക്ക് ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ കേബിളുകൾ തന്നെ ഇതിനകത്ത് നല്ല രീതിയിലുള്ളൊരു 1 സ്ക്വയർ കേബിളാണ് പവർ സപ്ലൈക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം വോൾട്ട് 55 ആണ് ഇതിനകത്ത് എടുക്കുന്നത്. അതുകൊണ്ടാണ് നല്ല ഗേജ് ഉള്ളത് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പീക്കർ കേബിളും നല്ല ഗേജുള്ള കേബിളുകളാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നല്ല ഹെവി പഞ്ച്, അതായത് JBL പോലെയുള്ള 300 വാട്ട് RMS നമുക്ക് കിട്ടാവുന്ന സബ്വൂഫറിലേക്ക് കൊടുക്കാൻ വേണ്ടി നല്ല ഹെവി പഞ്ചായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഈ ബോക്സ് 8 ഇഞ്ച് 3 വേവ് കൊടുത്തിരിക്കുന്നു. മുകളിലിരിക്കുന്ന ആംപ്ലിഫയർ ആണ് നമ്മൾ ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 200+200 അതിൻ്റെ ബേസ് മിഡ് ട്രിപ്പിൾ എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ പ്രീ ഔട്ട് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന താഴെ ഇരിക്കുന്ന സബിൻ്റെ ആംപ്ലിഫയറിലേക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കടയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന 12 ഇഞ്ച് സോണി തന്നെയാണ് സബ് ഊഫർ കൊടുത്തിരിക്കുന്നത്. മുകളിലിരിക്കുന്ന സ്റ്റീരിയോ ആംപ്ലിഫയറിൻ്റെ പ്രീ ഔട്ട് എടുത്തതിന് ശേഷം നമ്മൾ മോണോ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റീരിയൽ അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി ഒക്കെ കേട്ടിരിക്കും. ഇതിനൊരു പരിധിയുണ്ട്, കാരണം സബ് വൂഫറിൻ്റേതായി മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓഡിയോ സബ് വൂഫർ എന്നുള്ളത് നമുക്കൊന്നും മനസ്സിലാവില്ല. ലെഫ്റ്റ് റൈറ്റ് ചാനലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓഡിയോ കൂടി കൊടുത്താലാണ് നമുക്ക് സബ് വൂഫറിൻ്റെ ശരിയായൊരു ക്വാളിറ്റി മനസ്സിലാവുള്ളൂ. സബ് മാത്രം കൊടുത്തിട്ട് അതിൻ്റെ ഒരു വെറുതെ ഒരു ബുംബും എന്നുള്ള ഇടി കേട്ട് കഴിയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലുകൾ വില വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് നമ്മൾ ടൈറ്റിൽ ചെയ്തതിൻ്റെ താഴെ തന്നെ മോർന്ന് കാണാം. ആ മോറിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നേരെ ഇതിൻ്റെ നേരെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം. അതിനകത്ത് എല്ലാ ഡീറ്റെയിലും, അതായത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയർ, എന്തൊക്കെ ബോർഡുകൾ, എത്ര വാട്ട്സ്, ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ, ഇതിൻ്റെ വില വിവരങ്ങൾ, ഇതെല്ലാവരും കൊടുക്കാറുണ്ട്. നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അടുത്തായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ തന്നെയായാലും മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചാറ്റിംഗ് ഒഴിവാക്കുക. എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. നിങ്ങൾ ഡയറക്റ്റ് കോൾ വിളിച്ചു എന്നാലും കുഴപ്പമില്ല. കോൾ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടോ ശല്യമില്ല. വാട്സപ്പ് ചാറ്റിന് ഇരിക്കുമ്പോഴാണ് അതിനുള്ളൊരു ബുദ്ധിമുട്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.